welcome to TMAX Knowledge League, where we connect, grow and what a happy morning today. Our women entrepreneurs, our power card, where we connect, grow and celebrate. I would like to lend me your ears to something, to learn something new, to learn something powerful, to learn something practical. So, so women, today is your day. The whole hall want to hear your voice. Sorry. Joseph Ali. Yes, very good. Big applause. Anyone? Elon Musk. Jeff, Steve. Ambani. Yes, very good. So, നമുക്കും ഇവരെ പോലെ കാണണം. ശരി, അങ്ങനെ നമുക്ക് ഇവരെ പോലെ കാണണം. പക്ഷെ എന്താണ് നമ്മള് ഇവരെ പോലെ ആവാം? ഇവരെന്ത് തുടങ്ങി കഴിഞ്ഞാലും സക്സസ് ആയി ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. റൈറ്റ്? നമ്മളാണെങ്കിൽ എന്തെങ്കിലും സംഭവം തുടങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും പുഷ് ചെയ്യുന്നത് സം കൈൻഡ് ഓഫ് ഹിൻഡ്രൻസ്. എന്താണ് നമ്മൾ അവൻ തമ്മിലുള്ള വ്യത്യാസം? പറയൂ. എനിവൺ? സോ ഞാൻ പറയട്ടെ, ഇവരും നമ്മളും തമ്മിലുള്ള ഏക വ്യത്യാസം മൈൻഡ് സെറ്റ്. നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് നമ്മൾ പുഷ് ചെയ്യുന്നത്. നമുക്ക് മൈൻഡ് സെറ്റ് ഇല്ല എന്നാണ്. എന്താണ് മൈൻഡ് സെറ്റ്? നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കുള്ള മൈൻഡ് സെറ്റ് ഡിഫറെന്റ് ആവുമെന്ന് നമ്മൾ മനസ്സിലാക്കി. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് മൈൻഡ് സെറ്റ് ഉണ്ട്, കാരണം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം, നമ്മൾ ഗ്രോ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റും ഇവരുടെ മൈൻഡ് സെറ്റ് തമ്മിൽ എന്തോ ഒരു വ്യത്യാസം, അല്ലേ? എന്താണ് വ്യത്യാസം? കാരണം ആ വ്യത്യാസമാണല്ലോ നമ്മൾ അവർ നമ്മൾ ഡിഫറെന്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഡിഫറൻസ്, ദ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആൻഡ് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്. സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഗ്രോത്ത് മൈൻഡ് സെറ്റിലാണ്, നമ്മൾ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിലാണ്. Yes, very good. So growth mindset. അപ്പോൾ നമ്മുടെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും തമ്മിലുള്ള. സോ ladies and gentlemen, today I will talk you about the mindset of different people and how do they differ. ഇയാൾ അറിയോ? Yes. ഫഹദ് ഫാസിൽ പറയുന്ന സമയത്ത് women entrepreneurs, what do you like to say as single word? Anyone? The great actor, right? One powerful, enthusiastic, successful, the film star. നമ്മളെ മെഗാ സ്റ്റാർസിനൊക്കെ കടപിടിക്കുന്ന രീതിയിലുള്ള വെൽ പെർഫോമിംഗ് ദ മലയാളം ആക്ടർ, റൈറ്റ്? സോ ഇയാളെ ഫസ്റ്റ് മൂവി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 2002. നമ്മുടെ മലയാളത്തിന്റെ അറിയപ്പെടുന്ന നമ്മുടെ മണിച്ചിത്രത്താഴൊക്കെ സംവിധാനം ചെയ്ത ഫാസിലിന്റെ മകനാണ് ഇയാൾ. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് ഓർമ്മയില്ല, അത്ര പ്രായമില്ല. പക്ഷെ പിന്നെ രണ്ടാമത്തെ കുഞ്ചാക്കോപ്പൻ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു 2002. അന്ന് മമ്മൂട്ടിയെ സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ കൊണ്ടുവന്നു. ഒരു വികാരമില്ലാതെ ഞങ്ങൾ അഭിനയിച്ചു. നമുക്ക് യാതൊരു ഭാവമാറ്റില്ല. മാത്രമല്ല ആ പണം 8 നിലയിൽ പൊട്ടി. സത്യം. പിന്നെ അവിടുന്ന് ഏകദേശം 7 വർഷത്തോളമായിട്ട് നമ്മൾ ആരെയാണ് കണ്ടില്ല. ഞങ്ങളുടെ ഭാഷയിൽ മലപ്പുറം ഭാഷ പറഞ്ഞാൽ കോഞ്ഞാട്ട പടം പോലെ. പിന്നെ അതിന്റെ ശേഷം ഏകദേശം 2009 തോന്നുന്നുണ്ട്, ഒരു ഷോർട്ട് കുറച്ച് ചെറിയ മൂവീസ് ഒക്കെ വെച്ചിട്ട് ഒരു ഐ മീൻ ഒരു കേരള കഫേ എന്ന് പറഞ്ഞ സംഭവം. അതിലൊരു ചാപ്റ്ററിൽ ഇയാളുണ്ടായിരുന്നു. ആ ചാപ്റ്റർ പേരറിയോ? മൃത്യുഞ്ജയം. അതിനകത്ത് റീമാ കല്ലിങ്കല്, പിന്നെ ലാസ്റ്റ് അതിന്റെ ക്ലൈമാക്സിൽ റീമാ കല്ലിങ്കലിനോട് പിന്നെ ഡോർ തുറക്കുന്ന സമയത്ത് വിൽ യു മാരി മീ എന്ന് പറഞ്ഞൊരു ഷോട്ട് ഉണ്ട്. അപ്പൊ അതുവരെ കയ്യെത്തും ദൂരത്തിൽ നമ്മൾ കണ്ട ഒരു ഫഹദ് ഫാസിലിന്റെ പിക്ചറേ ആയിട്ടില്ല. പക്ഷെ അതൊരു ഹ്യൂജ് സക്സസ് എന്ന് പറയാൻ കഴിയും. എന്റെ ഒരു മെന്റർ, അയാള് ഒരു സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാളായിരുന്നു. ആ സമയത്ത് ഇയാള് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രീലങ്കൻ എയർപോർട്ടിൽ പോകുമ്പോൾ അറിയാം, ഗേറ്റിലേക്ക് നമ്മൾ ബസ്സിലാണ് പോവാം. ഒരു ചെറിയ എയർപോർട്ടാണോ, ഗേറ്റിൽ ബസ് ട്രെയിൻ ഐ മീൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിനു ശേഷം നമുക്കൊരു ലോ ഫ്ലോർ ബസ്സിലായിരിക്കും നമ്മുടെ ഗേറ്റിലേക്ക് കണ്ടുപിടിക്കാം.
ആ ഒരു സമയത്ത് ഇയാള് ഫാഫിനെ കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പൊ അതില് അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കേരള കപ്പ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, നെക്സ്റ്റ് മൂവി എന്താണ്? പക്ഷേ അത് കിട്ടുന്നതിനെ കിട്ടും. 2010 3 വർഷം 2010 ഉണ്ടായിരുന്ന അയാളെ പടം ബെസ്റ്റ് ഓഫ് ലക്ക്, ടൂർണമെന്റ്, കോക്ടെയിൽ, പ്രമാണി 10 നിലയിൽ കിട്ടി. ശരിയല്ലേ? പിന്നെ അയാൾ ആ നിർത്തിയോ? ഇല്ല. അതിന് ശേഷം പിന്നെ ഒരു ചാപ്പാക്കുറിച്ച് മൂവി കണ്ടു, അതൊരു കുഴപ്പമില്ല, സക്സസ് ആയിരുന്നു. പിന്നെ അയാൾ തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു വൈബ്രന്റ് ആയിട്ട് വളരെ നോൺ സ്റ്റോപ്പ് ആയിട്ട് മൂവി. അതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും കാണുന്നു ഹരം, മൺസൂൺ ബാങ്കോസ് കണ്ടായിരുന്നു. എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ആ മൂവി, ഞാൻ വൈഫ് മൂവിയൊക്കെ കാണുന്ന സമയത്ത് ക്ലൈമാക്സ് കാണുന്നത് സംഭവിക്കാൻ നോക്കട്ടെ, പക്ഷെ എനിക്ക് ആ മൂവി, ഒരു മൂവിയോ അല്ലെങ്കിൽ സിറ്റുവേഷൻ ഞാൻ കാണുന്ന സമയത്ത് ഫുള്ള് ഞാൻ ഇരുന്ന് കാണുന്നുണ്ട്. നല്ല കളർ ടോൺസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു മൂവി. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊക്കെ ഇത് കണ്ടത്. മേ ബി നിങ്ങളും അതായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. സോറി. സോ a bunch of hit movies ആണ്. തൊണ്ടിമുതം, ദൃസാക്ഷിയും, ടേക്ക് ഓഫ്, ഞാൻ പ്രകാശ്, മഹേഷിന്റെ പ്രതികാരം, PR ആകാശ്, ഇതെല്ലാം ഒരു ബഞ്ച് ഓഫ് ഹിറ്റ് ആയിരുന്നത്. അത് 2002 ശേഷം 2010 മൂവ് ചെയ്യുമ്പോൾ 2024 വരുന്ന സമയത്തൊന്നും പിന്നെ അയാൾ ബാക്ക് ഓഫ് ചെയ്തിട്ടില്ല. അത് കീപ് ഓൺ ഗ്രോയിങ്. അതിരൻ, വരത്തൻ, ട്രാൻസ് ആരും കാണാതിരുന്നില്ലല്ലോ. പിന്നെ അതിന്റെ ശേഷം യുവാക്കളുടെ ആവേശമായ 2005 നമ്മളാണ് കാണുന്നത്. പക്ഷെ എന്താണ് ഇവിടെ ഒരു വ്യത്യാസം? ഇയാള് ആ ഫെയിലിയറിൽ നിന്നും ആ ജേണിയിൽ നിന്നും അയാൾ ബാക്ക് ഓഫ് ചെയ്തിട്ടില്ല, അയാൾ ഫിക്സ് ചെയ്തില്ല. അവിടെ വ്യത്യാസം എന്താണ്? ദ മൈൻഡ് സെറ്റ്, ദ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അപ്പൊ നമുക്ക് ഫിക്സഡ് മൈൻഡ് സെറ്റ്, ഗ്രോത്ത് മൈൻഡ് തമ്മിലുള്ള ചെറിയ ഡിഫറൻസ് എന്താണ്? ചലഞ്ചസ്. എനിക്ക് റീസെന്റ് ആയിട്ട് ചിദംബരം, തമിഴ്നാടിന്റെ അങ്ങേയറ്റത്തെ ചിദംബരം, 12 മണിക്കൂർ ഏകദേശം എനിക്ക് യാത്രയുണ്ട്. ചിദംബരത്തിൽ ഒരു പ്രൊജക്റ്റും, ഒരു പള്ളിയുടെ പ്രൊജക്റ്റ്. മുന്നേ അവര് ബാക്ക് ഓഫ് ചെയ്തൊരു പ്രൊജക്റ്റും അതിന്റെ ബാക്ക് സ്പേസോ ഡ്രോയിങ് ഒന്നുമില്ല. എന്തിനത്ര ദൂരം പോയിട്ട് ഞാൻ എടുക്കേണ്ട ആവശ്യം? ഒരു ബാക്ക് ഡ്രോയിങ്സ് ഇല്ല. അതിന്റെ പഴയ ചരിത്രങ്ങളൊക്കെ ഞാൻ വേണം, അനാഥകരം ഞാൻ നേരിടേണ്ട ആവശ്യം. പക്ഷെ അതിപ്പോ ചലഞ്ച് ആയിരുന്നു. സോ ഐ ടേക്ക് ഇറ്റ് ആസ് ഐ വെൽക്കം ദ ചലഞ്ച്. ഇന്ന് ആ പ്രോജക്റ്റ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു. ഐ റിസീവ് ചെയ്തു. എന്റെ അഡ്വാൻസ് ഒക്കെ റിസീവ് ചെയ്ത് ഞാൻ ആ പ്രോജക്റ്റ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം ചേഞ്ചസ് മാറ്റം വരുത്തുന്ന അതൊരു ശരിയല്ല. ചേഞ്ചസ് അവർ ഹേറ്റ് ചെയ്യും. പക്ഷെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് പീപ്പിൾ എന്ത് ചെയ്യും? They embrace changes, right? Limitations നമ്മളെ കൊണ്ട് കഴിയില്ല. അന്ന് മറ്റേ പാലക്കാട് കൊപ്പത്ത് ഞാൻ ആ മാള് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ സപ്പോർട്ടിങ് ടീമുകൾ ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഓൺ 10 സ്റ്റാഫ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു ഇത്. മുന്നേ ഞാൻ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മാള്. പക്ഷെ ആ ലിമിറ്റേഷൻ ഞാൻ ഇത് ചെയ്തു, ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തു. ഞാൻ ആ സമയത്തേക്ക് അഡ്വാൻസോ കാര്യങ്ങളൊന്നും മേടിക്കാൻ എനിക്ക് ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു പ്രീ ക്വാളിഫിക്കേഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ടീമിനെ ഹയർ ചെയ്തു. അന്ന് ഫസ്റ്റ് ഡോൾബി അറ്റ്മോസ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത രാമൻ സാർ ആയിരുന്നു ഞാൻ ആ പ്രൊജക്റ്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ഹൈ ക്വാളിറ്റി സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഇന്ന് മാർക്കറ്റ് ലീഡിംഗ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ടീമാണ് അത് ഫൈനാൻഷ്യൽ ചെയ്തത്. സോ ദീസ് ലിമിറ്റേഷൻ ഐ ടേക്ക് ഇറ്റ് ആസ് ഓപ്പർച്യൂണിറ്റി. സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിറ്റുവേഷൻ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരത് ഒരു പ്രോപ്പറായിട്ട് അതിലൊരു പുഷ് കൊടുക്കില്ല. എല്ലാം പോസിബിൾ ആണെന്നൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മൾ ഗ്രോ ചെയ്യാൻ കഴിയുള്ളൂ. നമ്പർ 4, ക്രിറ്റിസിസം. വാട്ട് ഈസ് ക്രിറ്റിസിസം? ക്രിറ്റിസൈസ്. നമ്മളെ സംബന്ധിച്ചപ്പോൾ എന്നോട് ഒരു കസ്റ്റമർ പറയാണ്, പക്ഷെ നമ്മുടെ ടൈം സം കൈൻഡ് ഓഫ്, കാരണം ഞാൻ പ്രൊഫഷണലിസ്റ്റിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഡെലിവറിങ് ഓഫ് പ്രോജക്ട് ഡിസൈൻസ് ഡിലേ വരാറ് ഒന്നും ടൈം ഫോക്കസ്ഡ് ആയില്ല. കസ്റ്റമർ ആ ഒരു പഞ്ചിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ ഡിസൈൻസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഫെഡപ്പ്, അവർ എനർജി ഡൗൺ ആവും. അപ്പൊ ഞാൻ എനിക്ക് എന്ത് പറയാം, ക്രിറ്റിസിസം ഞാൻ എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. ഞാനത് ഫീഡ്ബാക്ക് ആയിട്ട് എടുക്കും. ഞാൻ ഫീഡ്ബാക്ക് ആയിട്ട് എടുത്തതിന് ശേഷം ടീമിനെ ഒന്നും കൂടി ERP സിസ്റ്റങ്ങളും NHL ഓട്ടോമേഷൻ
എല്ലാം ഇംപ്ലിമെന്റേഷൻ വിത്ത് ടൈം മാനേജ്മെന്റ് ആ ക്രിറ്റിസിസം ഞാൻ ഫീഡ്ബാക്ക് ആയിട്ട് എടുക്കും. So, comfort zone. So the fixed mindset people goes on the comfort zone, and then people explore new things. See obstacles. തടസ്സങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അവര് അതിന്റെ ക്ലാസ് റിസൾട്ട്സ് ആണ് കാണുന്നത്. So people, my fellow members, so from today onwards, from this moment, we focus on growth mindset. Okay? Thank you, President.